ഷാനവാസ് നല്ല പൊക്കുറ്റി എന്ന് തന്നെ പറയാം. പൊക്കുറ്റി നെഗറ്റീവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഷാനവാസിന് ബിഗ് ബോസ് അംഗങ്ങളായിക്കോട്ടെ, നമ്മുടെ പുറത്തുള്ളവരായിക്കോട്ടെ, പ്രേക്ഷകരായിക്കോട്ടെ, എല്ലാവരും നെഗറ്റീവ് കൂടുതലും ഷാനവാസിന് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഷാനവാസ് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം തന്നെ വേണമെന്ന് പറയാൻ. സത്യത്തിൽ ഈ സീസണിൽ ഈ ഷാനവാസ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് സത്യത്തിൽ പുറത്തൊരു നെഗറ്റീവായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷും ഷാനവാസുമുള്ള ഒരു കോംബോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതിൽ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഒരുത്തന്നെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിലിട്ട് നാറ്റിക്കത്തില്ല, മാറി നിന്നിട്ട് എടാ നീ ചെയ്ത് തെറ്റാണ്, അങ്ങനെ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് ചെയ്യാറ്. ഇവരങ്ങനെയല്ല. സത്യത്തിൽ ഇവർ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ എല്ലാ ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ അനീഷ് നിങ്ങൾ ചെയ്ത തെറ്റാണ്, നീ ജയിലിൽ പൊക്കോ, നീ നോമിനേറ്റ് ചെയ്തോ, നീ എവിക്റ്റ് ആയിക്കോ, ഈ രീതിയിലുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്യുവർ അല്ല. നമുക്ക് ഈ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ ചെയ്തു കൂടുന്ന ഈ കാര്യത്തിൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൂടാതെ ഷാനവാസ് സത്യത്തിൽ നല്ലൊരു പ്ലെയറാണ്. ഷാനവാസ് സത്യത്തിൽ ഒറ്റയ്ക്ക് കളിക്കുകയെന്നുണ്ടെങ്കിൽ ഷാനവാസ് ചിലപ്പോൾ കപ്പടിക്കാനുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഷാനവാസ് ഇപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ഷാനവാസ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അക്ബറെ പറഞ്ഞുകൊണ്ടിരുന്ന ഷാനവാസ് ഇപ്പോൾ ഷാനവാസ് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ അനിയത്തിക്കളി ഉണ്ടായിരുന്നു നമ്മുടെ പട്ടായ ഗേൾസുമായിട്ട്. അതായത് നമ്മുടെ ആദില, നൂറ, പിന്നെ അനുമോൾ ഇവരുടെ കൂടെയൊക്കെ നിന്നിട്ട് അവർ തമ്മിലൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ കുറ്റം പറയുക, ആ രീതിയിൽ ഷാനവാസ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ലാലേട്ടൻ എപ്പിസോഡിൽ പൊളിച്ചടുക്കിയപ്പോൾ തന്നെ അനീഷിനെ കാര്യം മനസ്സിലായി ഷാനവാസ് ഒരു എക്സാക്ട് ഫ്രണ്ട് അല്ല എന്ന രീതിയിലൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ അനീഷ് നമുക്ക് ഒരു പണിയാണ്, നൈസായിട്ട് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തേക്കാം. ഷാനവാസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടുമെന്ന് അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അനീഷ് ഇന്ന് രാവിലെ തന്നെ എടുത്തിരുന്നുണ്ട്, നീ എന്നെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തായിരുന്നല്ലോ, അതേപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും നീ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള ഷാനവാസ് നെഗറ്റീവ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അങ്ങനെ നോക്കുവാണെങ്കിൽ നീ എന്നെ നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്, നീ എനിക്കിതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കേസിലും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും നല്ല രീതിയിലുള്ള അടിയാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു അനീഷിന് ഇപ്പോൾ സെപ്പറേറ്റ് ഒറ്റക്കൊമ്പനായിട്ട് കളിച്ചാലേ കപ്പടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റക്കൊമ്പനായി കളിച്ചാലേ ഈ വീട്ടിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് ഷാനവാസിന് അല്ലെങ്കിൽ നമ്മുടെ അനീഷിന് നല്ല രീതിയിൽ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഷാനവാസിന് ഈ ഫ്രണ്ട്ഷിപ്പ് ഈ കോംബോ ഒന്ന് പൊളിച്ചടിക്കുക, ഒന്ന് മാറിപ്പോകണം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ അനീഷ് നിൽക്കുന്നത്. എന്തായാലും അനീഷ് നല്ല രീതിയിൽ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ അനീഷ് ഇനി ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആ കോംബോ നമുക്കിനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ തമ്മിൽ എങ്ങനെ കളിച്ചാലും ചേരത്തില്ല. എന്തായാലും ഷാനവാസിന് ഇപ്പം നല്ല രീതിയിൽ നെഗറ്റീവ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഷാനവാസ് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഷാനവാസ് അനീഷ് കോംബോ, അതുപോലെ തന്നെ നമ്മുടെ അനിയത്തി ചേട്ടൻ കളി, ഈ ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ഷാനവാസിൻ്റെ ഗെയിമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആര് കപ്പടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവരുടെ പേരും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനും ലൈവ് വോട്ടിംഗ് റിസൾട്ടിനും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.